ഇന്ത്യ പാക് സംഘർഷത്തിനിടയിൽ നമ്മൾ കണ്ടത് വ്യാജ വാർത്തകളുടെ ഒരു ഘോഷയാത്രയാണ്. പാകിസ്ഥാനാണ് ആ ഘോഷയാത്രയ്ക്ക് നേതൃത്വം നൽകിയതെങ്കിൽ പിന്നിൽ തുർക്കിയെയും അതുപോലെ തന്നെ അസർബൈജാനും ചൈനയും ഒക്കെ അണിനിരക്കുന്നതും അവരുടെ മാധ്യമങ്ങൾക്കൊക്കെ നമുക്ക് വിലക്കേർപ്പെടുത്തേണ്ടി വരുന്നതും നമ്മൾ കണ്ടു. ഇന്ത്യ പാക് സംഘർഷത്തിൽ വ്യക്തമായ മേൽക്കൈ ഇന്ത്യക്ക് നേടാനായി എന്ന് വിദേശ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഉപഗ്രഹ ചിത്രങ്ങളുടെ പിൻബലത്തിലാണ് ന്യൂയോർക്ക് ടൈംസ്, വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കം ഈ റിപ്പോർട്ടുകൾ നൽകിയിരിക്കുന്നത്. എന്താണ് വിദേശ മാധ്യമങ്ങളിലടക്കം വന്നിരിക്കുന്ന റിപ്പോർട്ടുകളുടെ ഉള്ളടക്കമെന്ന് നമുക്ക് നമ്മുടെ ഡാറ്റാ സെന്ററിലേക്ക് പോകാം, അതിലൊന്ന് പരിശോധിക്കാം. ആദ്യം തന്നെ നമുക്ക് ന്യൂയോർക്ക് ടൈംസ് പത്രം ഒന്നെടുക്കാം. ന്യൂയോർക്ക് ടൈംസ് ഉപഗ്രഹ ചിത്രങ്ങളുടെ പിൻബലത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. സൈനിക താവളങ്ങൾ അതുപോലെ തന്നെ വ്യോമ താവളങ്ങൾ ഇതൊക്കെ ലക്ഷ്യമിട്ടതിൽ പാകിസ്ഥാനെ അമ്പെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യക്ക് എന്നതാണ് ന്യൂയോർക്ക് ടൈംസ് പറയുന്നത്. ഇന്ത്യക്കാണ് മുൻതൂക്കം. ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള ഉപഗ്രഹ ചിത്രങ്ങളും പങ്കുവെച്ചുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസിന്റെ റിപ്പോർട്ട് എന്നതും ശ്രദ്ധേയമാണ്. പാകിസ്ഥാന് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായി. കറാച്ചിയിൽ നിന്ന് 100 മൈൽ അകലെ മാത്രം സ്ഥിതി ചെയ്യുന്ന ബൊളാരി വ്യോമത്താവളത്തിൽ ഇന്ത്യയുടെ ആക്രമണം ലക്ഷ്യം കണ്ടുവെന്നും ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും അല്ലാതെ വിദേശ മാധ്യമങ്ങൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് മേൽക്കൈ എന്ന് പറയുന്നതിന്റെ ഒന്നാമത്തെ ഉദാഹരണം ന്യൂയോർക്ക് ടൈംസിൽ നമ്മൾ കാണുന്നു. ന്യൂയോർക്ക് ടൈംസിലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, പാക് സൈനിക ആസ്ഥാനത്തിനും പാക് പ്രധാനമന്ത്രിയുടെ ഓഫീസിനും ഏകദേശം 15 മൈൽ പരിധിയിലടക്കം ആക്രമണം ഇന്ത്യ നടത്തിയിരിക്കുന്നു എന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വിവരം അവർ പങ്കുവയ്ക്കുന്നത്. ബൊളാരി, ഷഹബാസ് വ്യോമത്താവളങ്ങളിൽ നാശനഷ്ടമുണ്ടായി. മെയ് 10 ഇന്ത്യ പറഞ്ഞ കാര്യങ്ങൾ, റഹിമിയാർ ഖാൻ വ്യോമത്താവളത്തിലെ റൺവേ അത് നശിപ്പിച്ചുവെന്ന് ഇന്ത്യ പറഞ്ഞു. അത് പ്രവർത്തനക്ഷമമല്ല എന്ന് പാകിസ്ഥാൻ തന്നെ നോട്ടീസ് ഇറക്കിയ കാര്യവും ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ ശരിവെക്കുകയാണ്. ഇത് ഇന്ത്യൻ ആക്രമണം മൂലമാണ് എന്നതും ന്യൂയോർക്ക് ടൈംസ് ഇപ്പോൾ തെളിവുകളടക്കം വെച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ്. വാഷിംഗ്ടൺ പോസ്റ്റിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. വാഷിംഗ്ടൺ പോസ്റ്റും വളരെ പ്രധാനപ്പെട്ട ചില വിവരങ്ങളാണ് പങ്കുവച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ വ്യോമസേനയ്ക്ക് ഈ പ്രത്യാക്രമണത്തിൽ ഉണ്ടായിരിക്കുന്ന നഷ്ടമാണ് വാഷിംഗ്ടൺ പോസ്റ്റിന്റെ തലക്കെട്ടെന്ന് പറയുന്നത്. വ്യോമസേനയ്ക്ക് കനത്ത പ്രത്യാക്രമണം നേരിടേണ്ടി വന്നു എന്ന് വാഷിംഗ്ടൺ പോസ്റ്റ് പറയുന്നു. സുക്കൂർ, ഷെയ്ഖ് സായിദ് വിമാനത്താവളത്തിന് കേടുപാടുകൾ സംഭവിച്ചു. നേരത്തെ നമ്മൾ ന്യൂയോർക്ക് ടൈംസിൽ കണ്ടതുപോലെ ബൊളാരി, ഷഹബാസ് വ്യോമത്താവളങ്ങൾക്ക് നഷ്ടമുണ്ടായി. 2 ഡസനിലധികം ഉപഗ്രഹ ചിത്രങ്ങളും തുടർന്നുള്ള വീഡിയോകളുമൊക്കെ അവലോകനം ചെയ്താണ് ഈ റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വാഷിംഗ്ടൺ പോസ്റ്റിൽ നിന്നുള്ള റിപ്പോർട്ടിന്റെ ഉള്ളടക്കമാണ് നമ്മൾ കാണുന്നത്. കുറഞ്ഞത് 6 വ്യോമത്താവളങ്ങളിൽ റൺവേകളടക്കം പാകിസ്ഥാന്റേത് തകർന്നു പോയിട്ടുണ്ട് എന്നത് സ്ഥിരീകരിക്കുകയാണ് വാഷിംഗ്ടൺ പോസ്റ്റ്. 24ലധികം ഉപഗ്രഹ ചിത്രങ്ങളുടെ വിശകലനത്തിലൂടെയാണ് അവർ ഈ കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുന്നത്. വ്യോമസേനയുടെ 3 ഹാങ്കറുകൾ, 2 റൺവേകൾ എന്നിവയ്ക്ക് സാരമായ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട്. 1971 ശേഷമുള്ള ഏറ്റവും വലിയ വ്യോമാക്രമണമാണ് ഇന്ത്യ നടത്തിയത് എന്നതുകൂടി 3 ഹാങ്ങറുകൾക്കടക്കം നഷ്ടം വരുത്താൻ കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യക്ക് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് വാഷിംഗ്ടൺ പോസ്റ്റ് ഈ റിപ്പോർട്ട് പങ്കുവച്ചിരിക്കുന്നത്. അപ്പോൾ വിദേശ മാധ്യമങ്ങളടക്കം ഇന്ത്യ പറഞ്ഞത് ശരിവെക്കുകയാണ്. ഇന്ത്യ തെളിവുകളടക്കം വെച്ചുകൊണ്ടാണ് വാർത്താസമ്മേളനം നടത്തിയത്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ പ്രചരിപ്പിക്കുന്ന നുണബോംബുകളെല്ലാം പൊട്ടിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ വിദേശ മാധ്യമങ്ങളിലും കാണുന്നത്.